ഹലോ ഗൈസ്, നമ്മളെ ഇപ്പോൾ കൊല്ലം ബീച്ചിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. ഇപ്പോൾ വെള്ളത്തിലൊന്നും ഇറങ്ങാൻ പറ്റില്ല, നല്ല അലയാണ്. അപ്പോൾ ഒരു ലെഫ്റ്റ് സൈഡ് കാണുന്നുണ്ടോ കയർ കെട്ടിയിരിക്കുന്നത്, താഴത്ത് ഇറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. കാണിച്ചു തരാം ബീച്ചിൻ്റെ കാഴ്ചകൾ. നമ്മൾ 2-ാം ദിനം കൊല്ലം ബീച്ചിലേക്കാണ് വന്നിരിക്കുന്നത്. നല്ല വെയിലടിക്കുന്നത്, അതുകൊണ്ട് കാര്യമായിട്ട് എൻ്റെ കാണും കുറവായിട്ട് കാണില്ല. ഇത് നമ്മുടെ കൊല്ലം ബീച്ചാണ് കേട്ടോ. കൊല്ലത്തുള്ള പ്രമുഖ ബീച്ചാണ്. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ക്ലീനാണ്. പക്ഷേ ആക്ടിവിറ്റീസുകൾ കുറവാണ്. വൈകുന്നേരങ്ങളിൽ വല്ല തിരക്കുണ്ടാവാൻ ചാൻസസ് ഉണ്ട്. കുഴപ്പമില്ലാതെ പോകുന്നു. ഓക്കെ, അലയടികൾ. ഇതിൻ്റെ റൈറ്റ് സൈഡ് വന്നിട്ട് പുലിമുട്ടുണ്ട് കേട്ടോ. അവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അവിടെ നിന്നാണ് മീൻ പിടിച്ചിട്ട് ആൾക്കാർ പോകുന്ന സ്ഥലം. വലിയ വലിയ ബോട്ടുകളും കപ്പലുകളും ഒക്കെ കാണാൻ പറ്റും നിങ്ങൾക്ക്. അവിടെ ഒരാളെ പട്ടം വിടുന്നുണ്ട്, അപ്പോൾ നമുക്കത് പോയി നോക്കാൻ പോകാം കേട്ടോ. ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടം ചെറുതായിട്ട് ഉണ്ടാക്കിയാൽ മതി, കാറ്റ് അത്രത്തോളം ഉണ്ട്. എത്ര ഹൈറ്റ് വേണമെങ്കിലും ഉണ്ടോ. ഓക്കെ, പണ്ടൊക്കെ നമ്മൾ നാട്ടിൽ പട്ടം വിടുന്ന ഒരു സെറ്റപ്പില്ലേ, ആ ഒരു പരിപാടിയാണ്. പക്ഷേ നല്ല കളറൊക്കെ ആയിട്ട് 50-100 രൂപ സൈഡ് ചേട്ടൻ പട്ടം വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വരുന്നവരൊക്കെ വാങ്ങിച്ചോ, 50 രൂപയേ ഉള്ളൂ. വൈകുന്നേരമാണ് കുറച്ചും കൂടി ഓണാവുക. ഫാമിലീസൊക്കെ വന്നിട്ട് ഇതൊക്കെ ആക്ടിവിറ്റീസൊക്കെ ഉണ്ടാവും കേട്ടോ. അതുപോലെ നമ്മളിപ്പോൾ ആ സൈഡ് മേലെ റോട്ടിലോട്ട് പോവാണ് കേട്ടോ. വേറെ ഒന്നും കൊണ്ടല്ല, അവിടെ ഒരു പ്രതിമയും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആരുടെ പ്രതിമയാണെന്ന് അറിയില്ല, അവിടെ പോയിട്ട് വേണം നോക്കാൻ. ഓക്കെ, നിങ്ങൾ കാണുന്നുണ്ടെന്ന് അറിയില്ല, ഒരു വൈറ്റ് കളറിൽ. കേട്ടോ, ഇതിൻ്റെ സൈഡുള്ള ഒരു വാക്കിംഗ് സ്ട്രീറ്റാണ്. അപ്പോൾ 2 സൈഡ്, 1 സൈഡായിട്ട് കടകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ ആ പ്രതിമേൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അവിടെ പോയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം അതെന്തിൻ്റെ പ്രതിമയാണ്. വൈകുന്നേരങ്ങളിൽ ഇവിടെയൊക്കെ ഓണം കേട്ടോ. എത്ര ഏട്ടാ? ഒരേട്ടാ ചെറുപ്പത്തിൽ നമ്മൾ വാങ്ങിച്ച് കഴിക്കും. സെറ്റപ്പ് ആയിട്ട് ചേട്ടൻ്റെ കട ഉണ്ടോ, വന്നു കഴിഞ്ഞാൽ എല്ലാവരും വന്ന് വാങ്ങിച്ച് കഴിക്കണേ. ഇതൊരു പ്രതിമ കണ്ടപ്പോൾ ഞാനിവിടെ ഒരു കൗതുകം കൊണ്ട് വന്നതാണ് കേട്ടോ. പക്ഷേ ഇതെന്തിൻ്റെ പ്രതിമയാണെന്ന് ഇവിടെ ചോദിച്ചപ്പോൾ ചേച്ചിക്ക് മനസ്സിലായില്ല. 7 വർഷം കൊണ്ട് ഇവിടെ അത് അടച്ചിരിക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷെ നന്നായിട്ടുണ്ട് കേട്ടോ. ഇതൊരു പാർക്കാണ്. ആ പാർക്ക് ഇപ്പോൾ അടച്ചിരിക്കുകയാണ്. ബീച്ചിൻ്റെ ഇടതുവശത്ത് കാണുന്ന ഒരു പാർക്കാണ് കേട്ടോ. 7 വർഷമായിട്ട് അടച്ചിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. MLA MPO കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് നവീകരിച്ച് ഇതൊക്കെ ഒന്ന് തുറന്നു കൊടുക്കണം എന്നാണ് പറയുന്നത്. ഇവിടെ വലിയ ആക്ടിവിറ്റീസ് വേറെ ഇല്ലേ. കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഭക്ഷണം കഴിക്കാനും വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ ഇവിടെ സ്ഥലമുണ്ട് കേട്ടോ. ഈ ലെഫ്റ്റ് സൈഡ് കാണുന്നൊക്കെ ഹോട്ടലാണ്. അതുപോലെ സ്റ്റേയും ചെറിയ ആക്ടിവിറ്റീസുള്ള പാർക്കുകളൊക്കെയാണ് കേട്ടോ റൈറ്റ് സൈഡിലുള്ളത്. അതുപിന്നെ കുറച്ചും കൂടി ബീച്ചിൻ്റെ സൈഡിലുള്ള വന്നിട്ടാണ് ഇവിടെയാണ് വന്ന് പാർക്കിംഗ് ഉള്ളത് കേട്ടോ. നമ്മളിപ്പോൾ കാണുന്ന സൈഡ് ഇവിടെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ നടക്കുമ്പോൾ ഇതിൻ്റെ മേലെ വെച്ചിട്ടാണ് പരിപാടികൾ നടക്കുക ഉണ്ടോ. ഇതിൻ്റെ റൈറ്റ് സൈഡ് താഴെയാണ് ആൾക്കാരൊക്കെ ഇരുന്ന് കാണുക. അത് നല്ലൊരു പരിപാടിയല്ലേ. സ്റ്റേജ് ഇടണ്ടല്ലോ, ഓട്ടോ ഇവിടെ ഓൾറെഡി. നോക്കിയ അലകൾ നോക്കി, അതായത്
ഇവിടെ വന്നിട്ടേ ബാക്കിയുള്ള ഇവിടങ്ങളിലൊക്കെ വന്നിട്ട് ഈ അലയൊക്കെ വരുമ്പോൾ കുറച്ച് നമ്മൾ നടക്കുന്നുണ്ട്. ഇവിടെ ഒരു ഭയങ്കര താഴ്ചയിൽ ഉള്ള പോലെ തോന്നും കേട്ടോ. എൻ്റെ അമ്മ ഇതെന്താ സൗണ്ട്. ഇവിടെ കണ്ട ഒരു കാഴ്ച കേട്ടോ. ചേട്ടാ ഇവിടെ ഓണാകുമ്പോൾ എത്ര മണിയാവും? 5 മണിയാവോ? 5 മണിയാവോ? ആൾക്കാരൊക്കെ വന്ന് സെറ്റ് 5:30 എന്നിട്ട് രാത്രി 10 മണി വരും. കുതിര സഫാരി പോകുന്നുണ്ട് കേട്ടോ. ₹100 കുതിര സഫാരി. ഈ അറ്റത്തുനിന്ന് അറ്റം വരെ പോകും കേട്ടോ.